എല്ലാവർക്കും നമസ്കാരം. ക്യൂ ലേണിംഗ് ആപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള PSC കഴിഞ്ഞ മാസം കണ്ടക്ട് ചെയ്ത കാറ്റഗറി നമ്പർ 521/2023 അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എക്സാമിൽ PSC ചോദിച്ചിരിക്കുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 12 ക്വസ്റ്റ്യൻസ് ആണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും ഈ ഒരു എക്സാമിൽ PSC ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ the following functional dependencies and corresponding implications. Which of the following statements are correct? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ അടിസ്ഥാനത്തിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് എക്സാമിൻ ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് വൺ, BP, സിറ്റി. ഈ 2 ആട്രിബ്യൂട്ട്സും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിട്ട്, ഒരു സിംഗിൾ ആട്രിബ്യൂട്ട് അല്ല, 2 ആട്രിബ്യൂട്ട് ആണ് ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ കാണിച്ചിരിക്കുന്നത്. implies HRA, CC. implies BP implies HRA, CC. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അതായത് എക്സ്റ്റെൻസ് ടു Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ X അല്ലേ. Y എന്ന് പറയുന്ന അട്രിബ്യൂട്ട് എക്സിനോട് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എന്ത് പറയാം, എക്സ് എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് യുണീക്കായിട്ട് നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് സാധിക്കും? വൈയിലെ ഓരോ ടപ്പിൾസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ആട്രിബ്യൂട്ട് BP, സിറ്റി, ഈ 2 ആട്രിബ്യൂട്ടും ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക? HRA ഡിറ്റർമൈൻ ചെയ്യാനും CCയെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കാം അല്ലേ. സോ ഇവ രണ്ടും ഉപയോഗിച്ചാണ് നമുക്ക് HRAയും CCയെയും കണ്ടെത്താനായിട്ട് സാധിക്കുക. ഇനി അതിൽ നിന്നും ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ BP ഇംപ്ലൈസ് HRA, CCA. അതായത് BP മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ HRA ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ BP എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. കാരണം എന്താണ്? ഇവിടെ സിറ്റി എന്ന് പറയുന്നതും BP പോലെ തന്നെ ക്രൂഷ്യൽ ആയിട്ടൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. ഇവ രണ്ടും ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് HRA കണ്ടെത്താനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ CCയെ കണ്ടെത്താനായിട്ട് സാധിക്കുക അല്ലേ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ, ഓപ്ഷൻസിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം അല്ലേ. ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ 1, 2, 4 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം, 2 ഓപ്ഷൻസിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ചെക്ക് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് എന്താണ്? BP ഇംപ്ലൈസ് HRA, CCA. അതായത് HRAയും CCAയും ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ BP. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് BP ഇംപ്ലൈസ് HRA. ഇതിൽ നിന്നും ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് അല്ലേ. അതായത് BP എന്ന് പറയുന്ന സിംഗിൾ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് HRAയും CCAയും കണ്ടെത്താമെങ്കിൽ നമുക്ക് എന്ത് പറയാം? BP ഇംപ്ലൈസ് HRA, അല്ലെങ്കിൽ HRA ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ BP എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. BP, സിറ്റി ഇംപ്ലൈസ് HRA. അതായത് HRA ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ BP ആൻഡ് സിറ്റി അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ ഇംപ്ലൈസ് സിറ്റി, വിച്ച് ഇംപ്ലൈസ് BP, പോപ്പുലേഷൻ ഇംപ്ലൈസ് HRA. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി
അതായത് നമ്മൾ പറയും എ ടെൻസ് ടു ബി, സോറി എ ഇംപ്ലൈസ് ബി, ദെൻ ബി ഇംപ്ലൈസ് സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇംപ്ലൈസ് സി എന്ന് പറയാം അല്ലേ? അതേ രീതിയിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നോക്കാം, ബി പി കോമ പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്തിലേക്കാണ്? അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻസ് സിറ്റി ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ പോപ്പുലേഷൻ ആണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? പോപ്പുലേഷനെ സിറ്റി ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ബി പിയും സിറ്റിയും യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? HR ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷൻ ഡി ഓപ്റ്റ് ചെയ്യാം. അതൊന്നുകൂടെ ഉറപ്പുവരുത്താനായിട്ട് നാലാമത്തെ ഓപ്ഷനും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് ബി പി ഇംപ്ലൈസ് ഡി എ ആൻഡ് ഡെസ്റ്റിനേഷൻ കോമ ഡി എ ഇംപ്ലൈസ് HR വിച്ച് ഇംപ്ലൈസ് ഡെസ്റ്റിനേഷൻ കോമ ബി പി ഇംപ്ലൈസ് HR. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ കോമ ബി പി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു കാര്യത്തിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ബി പി ഇംപ്ലൈസ് എന്താണ്? ഡി എ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബി പിയിൽ നിന്ന് നമുക്ക് ഡി എ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഡി എയും ഡെസ്റ്റിനേഷനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? HR കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായി വരുന്നത് അല്ലേ? നമ്മൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് കട്ട് ചെയ്തുകൊണ്ട്, അതായത് ഓപ്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, second question, let T1, T2, T3 and T4 are transactions. Determine whether the following schedule is conflict serializable. Subscript indicate transaction number. ഇവിടെ തന്നിരിക്കുന്ന ഷെഡ്യൂൾ നമുക്കൊന്ന് റീഡ് ചെയ്യാം. R1 of Y, R2 of X, R3 of Y, W1 of X, W4 of X, W2 of Z, R3 of X and W3 of X. ഈ ഒരു ട്രാൻസാക്ഷൻ 4 ട്രാൻസാക്ഷൻസ് ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം തന്നെ ഒന്ന് എടുത്തെഴുതാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കറിയാവുന്ന ഡാറ്റാസ് എന്തെല്ലാമാണ്? 4 ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലേ? T1, T2, T3 ആൻഡ് T4. ഇങ്ങനെ 4 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആണ്. സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അതായത് കറസ്പോണ്ടിങ് ട്രാൻസാക്ഷൻ, ഏത് ട്രാൻസാക്ഷൻ ആണോ റീഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ യൂസ് ചെയ്യുന്ന റിസോഴ്സസുകൾ ഏതെല്ലാമാണ്? റിസോഴ്സ് ആയിട്ട് വരുന്നത് എക്സ്, വൈ ആൻഡ് ഇസഡ് അല്ലേ? ഇനി നമ്മൾ എപ്പോഴാണ് ഒരു ഷെഡ്യൂള് സീരിയലൈസബിൾ ആണ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് അറിയണം അല്ലേ? അതായത് ഒരേ സമയം ഒന്നിലധികം ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ റിസോഴ്സ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ 2 റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അതായത് ഒരേ റിസോഴ്സ് 2 ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് വരുന്നില്ല. പക്ഷേ കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യത എപ്പോഴെല്ലാമാണ്? കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യത ഒരു റീഡ് ഓപ്പറേഷനും ഒരു റൈറ്റ് ഓപ്പറേഷനും പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലേ? അതുപോലെ തന്നെ 2 റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത്, അതായത് സെയിം റിസോഴ്സിൽ 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ്
റീഡ് റൈറ്റ് ഓപ്പറേഷനോ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷനോ ചെയ്യുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന ഷെഡ്യൂളിൽ എവിടെയെല്ലാമാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് റീഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇഗ്നോർ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ള കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുള്ള കേസുകൾ മാത്രം നമുക്കിവിടെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുള്ള കേസുകൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് നമുക്കൊന്ന് നോക്കാം. R1 y ആണ് റീഡ് ചെയ്യുന്നത് അല്ലേ? y എന്ന് പറയുന്ന വേരിയബിൾ ആണ് റീഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ 1. അവിടെ R3 ഉണ്ട്, പക്ഷെ രണ്ടും റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നില്ല. ഓക്കെ, ഞാനിവിടെ കോൺഫ്ലിക്റ്റ് വരുന്ന കേസ് മാത്രമാണ് നോട്ട് ചെയ്യുന്നത്. ഇനി R2 കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും R2 R3 രണ്ട് റീഡ് ഓപ്പറേഷൻ ആണ്, അവിടെയും കോൺഫ്ലിക്റ്റ് വരുന്നില്ല, നോ കോൺഫ്ലിക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു കേസ് എന്ന് പറയുന്നത്, നമുക്കറിയാം W1 W4 ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കും? അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ട്രാൻസാക്ഷൻ 4 റൈറ്റ് ചെയ്യുന്നു. ഇവിടെ കോൺഫ്ലിക്റ്റ് വരും അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് നോട്ട് ചെയ്താലോ? ഇവിടെ തന്നിരിക്കുന്ന ഷെഡ്യൂളിൽ ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസാക്ഷൻ 4 റൈറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്ന് നോട്ട് ചെയ്യാം. W1 W4 ഈ ഒരു കേസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ഈ ഓർഡറിൽ തന്നെയാണ് ചെയ്തിട്ടില്ല എങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കേസ് എന്താണ്? നെക്സ്റ്റ് വരുന്ന കേസിൽ R2 W1 ഓക്കെ, R2 W1 ഈ കേസിലും എന്ത് സംഭവിക്കും? കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ? ഇനി മറ്റൊരു കേസ് എന്താണ്? മറ്റൊരു കേസ് എന്ന് പറയുന്നത് W4 അല്ലേ? ഇതിൻ്റെ ഓർഡർ നോക്കിയാൽ മനസ്സിലാകും അല്ലേ? ട്രാൻസാക്ഷൻ 4 റൈറ്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസാക്ഷൻ 3 എക്സിനെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പറേഷനാണ്, അത് നമുക്ക് നോട്ട് ചെയ്യാം. W4 കഴിഞ്ഞതിന് ശേഷമായിരിക്കണം എന്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ട്രാൻസാക്ഷൻ 3 എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി എന്ന് പറയുന്നത്? ഒരു ഷെഡ്യൂളിനെ മറ്റൊരു ഷെഡ്യൂളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഓർഡർ ഓഫ് എക്സിക്യൂഷനിൽ ചേഞ്ച് ഇല്ലാതെ സീരിയൽ ഷെഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊന്നും കൂടെ ആവർത്തിക്കാം. എ ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ if it can be transformed into serial schedule without changing order of operation within each transaction. ഓരോ ട്രാൻസാക്ഷനകത്തെയും ഓപ്പറേഷൻസിനെ ചേഞ്ച് ചെയ്യാതെ നമ്മൾ ഒരു ഷെഡ്യൂളിനെ സീരിയൽ ഷെഡ്യൂളായിട്ട്, അതായത് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മറ്റൊന്ന് അല്ലേ, ഇൻ്റർലീവിങ് ചെയ്യാതെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മറ്റൊന്ന് എന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള
സീക്വൻസുകൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഈ 3 കോൺഫ്ലിക്റ്റുകളും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ട്രാൻസാക്ഷൻ്റെ നമ്പർ വെച്ച് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രസിഡൻസ് ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് W1 എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ 1 ആണ് അല്ലേ? ട്രാൻസാക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ട്രാൻസാക്ഷൻ 4 എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് കോൺഫ്ലിക്റ്റ് R2 ഓഫ് എക്സ് ഇംപ്ലൈസ് R1 ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ 2 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ട്രാൻസാക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 4-ലെ റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ട്രാൻസാക്ഷൻ 3-ലെ റീഡ് ഓപ്പറേഷൻ നടക്കേണ്ടത് അല്ലേ? ഞാൻ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന സീക്വൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രസിഡൻസ് ഗ്രാഫ് പറയുന്നത്. സോ T4 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് T3 എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി എങ്ങനെയായിരിക്കണം ഷെഡ്യൂൾ ചെയ്യേണ്ടത്. കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓർഡറിലായിരിക്കണം ഷെഡ്യൂൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കതിനെ ഒന്ന് സീക്വൻഷ്യലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്താലോ? സീക്വൻഷ്യലി റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ട്രാൻസാക്ഷനാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? T1 എന്ന് പറയുന്നത് T4-ന് മുൻപായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. T1-ന് മുൻപായിട്ട് ആര് എക്സിക്യൂട്ട് ചെയ്യണം? T4 എക്സിക്യൂട്ട് ചെയ്യണം. T4-ന് ശേഷം T3 എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതുക? നമുക്ക് T2 then T1 then T4 and finally T3. ഈ ഒരു ഓർഡറിലാണ് നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ഷെഡ്യൂളിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്ന ആൻസർ എന്ന് പറയുന്നത് അല്ലേ? ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്ന ആൻസർ. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. അതായത് ഈ പ്രസിഡൻസ് ഗ്രാഫ് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓരോ ഓപ്ഷൻസിൽ വിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും കോൺഫ്ലിക്റ്റ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം T2 വരുന്നുണ്ട്. പക്ഷേ T2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? T1 ആയിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ട് ഇവിടെ ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ T4 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം T3 എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ രണ്ട് കേസിലും ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കോൺഫ്ലിക്റ്റുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്ന ഉത്തരം. 2 രീതിയിൽ ചെയ്യാം എന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ എക്സാമിൽ ചെയ്യുമ്പോൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ എ സ്കീമ ആർ എ, ബി, സി, ഡി, ഇ ആൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എ implies C and B implies DE. The decomposition of R into R1 of AC and R2 of BDE are. Options: dependency preserving but not lossless join. Option B, not dependency preserving but lossless join. Option C, dependency preserving and lossless join. Option D, not dependency preserving and not lossless join. ഇവിടെ R എന്ന് പറയുന്ന ഒരു റിലേഷനെ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡൻസി പ്രിസർവിങ്
അതുപോലെ തന്നെ ലോസ്ലെസ് ജോയിൻ. ഈ രണ്ട് കൺസെപ്റ്റുകളാണ് അടിസ്ഥാനത്തിലാണ് ഈ ഡീകമ്പോസിഷൻ ചെയ്യുന്നത് എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. ഏതെല്ലാമാണ് ഡിപ്പെൻഡൻസി? എ ഇംപ്ലൈസ് സി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബി ഇംപ്ലൈസ് ഡി ഇ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം അല്ലേ? ഡിപ്പെൻഡൻസി പ്രിസർവേഷനും അതുപോലെ ലോസ്ലെസ് ജോയിൻ. ഈ രണ്ട് കൺസെപ്റ്റുകൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻറ്റഗ്രിറ്റിയും കൺസിസ്റ്റൻസിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റിലേഷനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉറപ്പായിട്ടും ഹോൾഡ് ചെയ്യണം. അതായത് സബായിട്ട് ഡിവൈഡ് ചെയ്യുന്ന റിലേഷൻസിലും ആ ഡിപ്പെൻഡൻസീസ് മസ്റ്റായിട്ട് ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് ഡിപ്പെൻഡൻസി പ്രിസർവേഷനിൽ പറയുന്നത് അല്ലേ? ഇവിടെ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? ലോസ്ലെസ് ജോയിൻ അല്ലേ? അതായത് ഒരു ഡീകമ്പോസിഷൻ ലോസ്ലെസ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ഡീകമ്പോസ് ചെയ്ത സബ് റിലേഷൻസിനെ വീണ്ടും ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഡാറ്റാസ് ഒന്നും ലോസ്റ്റ് ചെയ്തിട്ടുണ്ടാകരുത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോസ്ലെസ് ജോയിൻ എന്ന് പറയുന്നത് അല്ലേ? എ ഡീകമ്പോസിഷൻ ഈസ് ലോസ്ലെസ് ഇഫ് നോ ഇൻഫർമേഷൻ ഈസ് ലോസ്റ്റ് വെൻ ദ ഡീകമ്പോസ്ഡ് റിലേഷൻസ് ആർ ജോയിൻഡ് ബാക്ക്. ഡീകമ്പോസ് ചെയ്ത റിലേഷൻസിനെ റീജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡാറ്റയും ലോസ്റ്റ് ചെയ്തിട്ടുണ്ടാകരുത്. ഇതിനെയാണ് ലോസ്ലെസ് ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻസിനെ ഓരോന്നായിട്ട് ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എന്താണ് ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? R1 ആണ്. ഓക്കെ, R1 ഓഫ് AC. ഇവിടെ നമുക്ക് മനസ്സിലാകും ആദ്യത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അല്ലേ? എയും സിയും ഒരു സെയിം സബ് റിലേഷന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് സി ഈസ് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ എ എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? R2 ആണ് അല്ലേ? R2ൻ്റെ ആട്രിബ്യൂട്ട്സ് വരുന്നത് ബി ഡി ഇ ആണ്. ഇവിടെയും എന്താണ്? ഇവിടെയും എല്ലാ ആട്രിബ്യൂട്ട്സ് അതായത് ബി ഡി ഇ ഈ മൂന്ന് ആട്രിബ്യൂട്ട്സും ഒരേ റിലേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതായത് ബി ഇംപ്ലൈസ് ഡി ഇ എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻസ് എല്ലാം ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഡിപ്പെൻഡൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ബട്ട് നോട്ട് ലോസ്ലെസ് ജോയിൻ ആൻഡ് ഡിപ്പെൻഡൻസി പ്രിസർവിങ് ലോസ്ലെസ് ജോയിൻ. ഇതിലേതാണ് ശരിയെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ലോസ്ലെസ് ജോയിൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ഇൻ്റർസെക്ഷൻ റൂളാണ്. ഈ റൂൾ ഒന്ന് ഓർത്ത് വെക്കണേ. ആട്രിബ്യൂട്ട് ഇൻ്റർസെക്ഷൻ റൂൾ. ഈ ആട്രിബ്യൂട്ട് ഇൻ്റർസെക്ഷൻ റൂളിൽ പറയുന്ന കാര്യം എന്താണ്? ഒരു റിലേഷനെ R എന്ന് പറയുന്ന റിലേഷനെ R1 ആൻഡ് R2 ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസ്ലെസ് ആണ് എന്ന് പറയുന്നത് R1 ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ IT എഴുതാണ് കേട്ടോ.
R1 intersection, ഓക്കെ ഇങ്ങനെ എഴുതാം, R1 intersection R2 implies R1 or R1 intersection R2 implies R. ഈ രണ്ട് റൂൾ ഇൻ്റർസെക്ഷൻസ്, അതായത് ഒന്നുകിൽ R1 ഇൻ്റർസെക്ഷൻ R2 ചെയ്യുന്ന സമയത്ത് നമുക്ക് R1 കിട്ടണം, അല്ലെങ്കിൽ R1 ഇൻ്റർസെക്ഷൻ R2 ചെയ്യുന്ന സമയത്ത് നമുക്ക് R കിട്ടണം, സോറി R കിട്ടണം. ഓക്കെ, ഇതാണ് ആട്രിബ്യൂട്ട് ഇൻ്റർസെക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേസിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് പറയുമ്പോൾ R1 ഓഫ് AC അല്ലേ, ആദ്യത്തെ റിലേഷനിലുള്ളത് R1 ഓഫ് A, C, ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി രണ്ടാമത്തെ റിലേഷനിലുള്ളത് R2 ഓഫ് B, D, E അല്ലേ, ഇതാണ് രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? അതായത് ഒരു ആട്രിബ്യൂട്ട് പോലും ഇവിടെ കോമൺ ഇല്ല അല്ലേ, ഇത് റിസൾട്ട് ചെയ്യുന്നത് ഫൈയിലേക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് പറയുന്നത് എയ്തർ R1 ആയിരിക്കണം അല്ലെങ്കിൽ R ആയിരിക്കണം. ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫൈ ആണ്. സോ ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായി വരുന്ന ഉത്തരം. ഓക്കെ, ഇവിടെ ശരിയായി വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായി വരുന്നത്. ഡിപ്പെൻഡൻസി പ്രിസർവിങ് ബട്ട് നോട്ട് ലോസ്ലെസ് ജോയിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ റിലേഷൻ R of A, B, C with functional dependencies. A implies B, B implies C, and C implies A. Let R be decomposed into R1 of AB, R2 equal to of BC, and identify the functional dependencies in the closure of FR1 union FR2. ഓക്കെ, ഇവിടെ R എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആറിന് ഡീകമ്പോസ് ചെയ്ത് R1 ആൻഡ് R2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ട് അതിൻ്റെ യൂണിയൻ, ഓക്കെ, ഓരോ റിലേഷൻ്റെയും ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ക്ലോഷർ അല്ലെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിപ്പെൻഡൻസീസ് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാസ് ആദ്യം തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ 3 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, ഏതെല്ലാമാണ്? A implies B, B implies C, C implies A. ഇവ 3 തന്നിട്ടുണ്ട്. ഇനി ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് R1 ആൻഡ് R2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുമ്പോൾ R1ൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഞാൻ FR1 എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. R1ൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? A ടെൻസ് ടു A ഇംപ്ലൈസ് B ആണ് അല്ലേ, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി Rൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി R1ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. A ഇംപ്ലൈസ്
ബി. ഇനി R2ന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്തു കഴിഞ്ഞാൽ R2ന്റെ ആട്രിബ്യൂട്ട്സ് ബി കോമ സി ആണ് അല്ലേ. സോ ഇവിടെ രണ്ടാമത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, അതായത് ബി ഇംപ്ലൈസ് സി എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലോഷർ എടുത്താലോ, അതായത് FR1 യൂണിയൻ ഓഫ് FR2 ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? FR1 യൂണിയൻ ഓഫ് FR2. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് രണ്ട് ഡിപ്പെൻഡൻസീസ് ആണ് അല്ലേ. ഏതെല്ലാമാണവ? ഒന്ന് A implies B, B implies C. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ക്ലോഷർ ആണ് അല്ലേ. സോ ക്ലോഷർ പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസിറ്റിവിറ്റി റൂൾ യൂസ് ചെയ്യാം. അതായത് A ഇംപ്ലൈസ് B ആണ്, B ഇംപ്ലൈസ് C ആണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? നമുക്ക് ഇങ്ങനെയാണെങ്കിൽ A ഇംപ്ലൈസ് സി എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഇനി ഇത് കൂടാതെ ഓൾറെഡി ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് തന്നിട്ടുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് സി ഇംപ്ലൈസ് എ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് ട്രാൻസിറ്റിവിറ്റി റൂൾസ് അപ്ലൈ ചെയ്യാം അല്ലേ. സി ഇംപ്ലൈസ് എ ആണ്, എ ഇംപ്ലൈസ് ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സി ഇംപ്ലൈസ് ബി എന്ന് പറയാം. ഓക്കെ, അതായത് സി ഇംപ്ലൈസ് എ ആണ്, എ ഇംപ്ലൈസ് ബി ആണെങ്കിൽ നമുക്ക് സി ഇംപ്ലൈസ് ബി എന്ന് പറയാം. അതേ രീതിയിൽ തന്നെ ട്രാൻസിറ്റിവിറ്റി റൂള് ബി ഇംപ്ലൈസ് സി ആണ്, സി ഇംപ്ലൈസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി ഇംപ്ലൈസ് എ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. സോ FR1 യൂണിയൻ FR2ന്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെയും ട്രാൻസിറ്റിവിറ്റി അപ്ലൈ ചെയ്തുകൊണ്ടാണ് ക്ലോഷർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് 6 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കിട്ടും. A implies B, B implies C, B implies A, C implies B, C implies A, and finally A implies C. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായി വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, consider the following relation and corresponding functional dependencies. Identify the highest normal form of the relation. R1 of A, B, C, D and functional dependency are AB implies C and BC implies D. Second relation R2 of ABCD, functional dependencies are ABC implies D and D implies A. ഇവിടെ ഈ തന്നിരിക്കുന്ന രണ്ട് റിലേഷൻ്റെയും ഹയസ്റ്റ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹയസ്റ്റ് നോർമൽ ഫോം ഏതാണ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ നമുക്ക് ഹയസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് BCNF നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 1NF, 2NF, 3NF ആൻഡ് BCNF. അപ്പോൾ BCNF സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഹയസ്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് R1ൻ്റെ കേസ് എടുക്കാം. ഓക്കെ, സോ R1ൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഒരു റിലേഷൻ BCNFലാണ് എന്ന് എപ്പോഴാണ് പറയുന്നത്? അതായത് a relation is in BCNF
if for every functional dependency x implies y where x is a super key. അതായത് ഒരു റിലേഷൻ BCNF-ൽ ആ ഒരു റിലേഷനകത്തെ ഓരോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിലും എക്സ് ഇംപ്ലൈസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് സൂപ്പർ കീ അല്ലെങ്കിൽ എന്താണ് കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷനെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന എനി സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് എന്ത് പറയാം? സൂപ്പർ കീ എന്ന് പറയാം. ഓക്കെ, അതായത് റിഡൻഡൻസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ ടപ്പിൾസിനെയും ഒരു റിലേഷനകത്തെ ഓരോ ടപ്പിൾസിനെയും യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന എനി സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് സൂപ്പർ കീ എന്നും, ഇനി അതിനകത്ത് മിനിമൽ സൂപ്പർ കീ, അതായത് റിഡൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ഇല്ലാതെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിലേഷനകത്തെ എല്ലാ ടപ്പിൾസിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനെ കാൻഡിഡേറ്റ് കീ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ BCNF-ൽ എന്നുണ്ടെങ്കിൽ അതിനകത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലെ എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലേഷൻ്റെ കേസ് എടുത്ത് നോക്കിയാലോ. ഫസ്റ്റ് റിലേഷനകത്ത് AB ഇംപ്ലൈസ് C എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഈ റിലേഷനകത്ത് AB ഇംപ്ലൈസ് C എന്ന് പറയുമ്പോൾ AB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? C എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. സോ ഇത് AB എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഇനി BC ഇംപ്ലൈസ് D എന്ന് പറയുമ്പോൾ എന്താണ്? BC എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ അല്ല. ഓക്കെ, അതായത് BC ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ആട്രിബ്യൂട്ടിനെയും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കില്ല? ഈ ഒരു റിലേഷൻ BCNF-ലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് 3NF സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 3NF സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണല്ലോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന് എന്താണ്? ഇഫ് ഫോർ എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഇംപ്ലൈസ് വൈ എയ്തർ എക്സ് ഈസ് എ സൂപ്പർ കീ. എക്സ് എന്ന് പറയുന്നത് സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ ഈച്ച് ആട്രിബ്യൂട്ട് ഇൻ വൈ ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്. എക്സ് ഇംപ്ലൈസ് വൈയിലെ വൈക്കകത്തെ ഓരോ ആട്രിബ്യൂട്ടും പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം, അതായത് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിരിക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? R1 BCNF-ലാണോ 3NF-ലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? എക്സ് ഈസ് എ സൂപ്പർ കീ ആയിരിക്കണം അല്ലേ. ഇവിടെ AB ഇംപ്ലൈസ് C എന്ന് പറയുന്നതിൽ AB എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? AB ഇംപ്ലൈസ് C എന്ന് പറയുന്നതിൽ AB സൂപ്പർ കീ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. രണ്ടാമത്തതിൽ ഡിപ്പെൻഡൻസി BC ഇംപ്ലൈസ് D എന്നാണ് പറയുന്നത്. അതിൽ D ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, അതായത് AB-യുടെ ഒരു പാർട്ടാണ് B എന്ന് പറയുന്നത് അല്ലേ. ആ B ഉപയോഗിച്ചുകൊണ്ട് B ഭാഗമായിട്ടുള്ള BC യൂസ് ചെയ്ത് നമുക്ക് D ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ D എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്. സോ റിലേഷൻ R1 ഈസ് ഇൻ 3NF. R1 എന്ന് പറയുന്നത് 3NF-ലാണ്. ഓക്കെ, രണ്ടാമത്തെ റിലേഷൻ്റെ കേസിൽ R2 ഓഫ് ABCD functional dependencies are ABC implies D and D implies A അല്ലേ. ഇവിടെ ABC ഈ മൂന്ന് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് D ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ABC എന്ന് പറയുന്നതാണ് സൂപ്പർ കീ ആയിട്ട് വരുന്നത് അല്ലേ. ഇനി D ഇംപ്ലൈസ് A, D എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ അല്ല. ഇവിടെ D ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ടപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ, യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് D ഒരു സൂപ്പർ കീ ആയിട്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ R2 എന്ന് പറയുന്നത് BCNF-ൽ അല്ല. ഓക്കെ, ഇനി നമ്മൾ 3NF-ലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 3NF-ലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ABC എന്ന് പറയുന്നത്
ഒരു സൂപ്പർ കീ ആണ് അല്ലേ? മാത്രമല്ല ഡി ഇംപ്ലൈസ് എ എന്ന് പറയുന്നതിൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് കീയുടെ ഭാഗമാണ് അല്ലേ? കാൻഡിഡേറ്റ് കീ എ ബി സിയുടെ ഒരു ഭാഗമാണ് ഡി എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ റിലേഷനും 3NFലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? R1 ആൻഡ് R2 ആർ ഇൻ 3NF എന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഇവിടെ എക്സ്റ്റെൻസ് ടു വൈയിൽ 3NFൽ ആകണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻസ് ടു വൈയിൽ എയ്തർ എക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ വൈ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിക്കകത്ത് എ ബി എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. എ ബി യൂസ് ചെയ്ത് നമുക്ക് ഓരോ ടപ്പിളിനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുകൊണ്ട് എ ബി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബി സി എന്ന് പറയുന്നതിൽ ഡി എന്ന് പറയുന്നത് പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, കാൻഡിഡേറ്റ് കീയുടെ ഭാഗമായിട്ടുള്ള ആട്രിബ്യൂട്ടാണ് ഡി എന്ന് പറയുന്നത്. സോ ഇവിടെ ബി സി 3NFൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് R2ൻ്റെ കേസിലും. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായി വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബോത്ത് R1 ആൻഡ് R2 ആർ ഇൻ 3NF എന്നുള്ളതാണ് ശരിയായ ഉത്തരം. Next question, given a relation instance T1, pick the output generated by the following SQL statements. ഈ ഒരു ടേബിളിനകത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് SQL ക്വറി എന്താണ്? സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം T1. ഇവിടെ കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്ന SQL ക്വറിയിൽ നമുക്ക് റിട്രീവ് ചെയ്ത് വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു ടേബിളിനകത്തെ എല്ലാ റോസും, ഓക്കെ, ഇൻക്ലൂഡിങ് നൾ വാല്യൂസ്. എന്താണ്? ഓൾ റോസ് ഇൻ ദ ടേബിൾ ഇൻക്ലൂഡിങ് ദ റോസ് വിത്ത് നൾ വാല്യൂ. നൾ വാല്യൂസ് ഉള്ള റോസ് അടക്കം ഉള്ള എല്ലാ റോസും, ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻക്ലൂഡിങ് നൾ റോസ് വിത്ത് നൾ വാല്യൂസ്, അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കൗണ്ടാണ് T1ൽ റിട്രീവ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ട്? 5 റോസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് SQL ക്വറിയുടെ ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് SQL ക്വറി എന്താണ്? സെലക്ട് കൗണ്ട് ഓഫ് മാർക്ക് ഫ്രം T1. ഇവിടെ ആട്രിബ്യൂട്ട് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് മാർക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് തന്നിട്ടുണ്ട് അല്ലേ? സോ നോട്ട് നൾ ആയിട്ടുള്ള വാല്യൂസ് മാത്രം. ഓക്കെ, കൗണ്ട് ദ വാല്യൂസ് ഓഫ് കൗണ്ട് ദ നമ്പർ ഓഫ് റോസ് ഓൺലി വേർ ദ കോളം വാല്യൂ ഈസ് നോട്ട് നൾ. കോളം വാല്യൂ നോട്ട് നൾ ആയിട്ടുള്ള കേസുകൾ മാത്രമാണ് ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. സോ റിട്രീവ് ചെയ്ത് വരുന്ന വാല്യൂ ഏതാണ്? 4 ആണ് അല്ലേ? സോ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി സമയം കളയാതെ നമുക്ക് ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ ഏതാണ് വരിക? 5, 4, 60 എന്നുള്ളതാണ് വരിക എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇവിടെ ബാക്കിയുള്ള ഒരു ഓപ്ഷനിലും ഈ ഒരു സീക്വൻസിൽ വന്നിട്ടില്ല അല്ലേ? 4, 4 വന്നിട്ടുണ്ട്, 5, 5 വന്നിട്ടുണ്ട്, 4, 5 വന്നിട്ടുണ്ട്, പക്ഷെ 5, 4 എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. എങ്കിലും നമുക്ക് തേർഡ് SQL ക്വറിയും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ്? ആവറേജ് മാർക്സ് ഫ്രം T1 അല്ലേ? കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് ദ നോൺ നൾ വാല്യൂസ് ഇൻ ദ കോളം. ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കോളത്തിലെ നോൺ നൾ വാല്യൂസിൻ്റെ ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 240 എന്ന് കിട്ടും അല്ലേ? 240 ഡിവൈഡഡ് ബൈ 5 ആണോ 4 ആണോ ചെയ്യുന്നത്? 4 ആണ് ചെയ്യുന്നത്. നോൺ നൾ വാല്യൂസിൻ്റെ ആവറേജ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ 240 ഡിവൈഡഡ് ബൈ
4 ചെയ്യും. ആൻസർ എത്രയാണ് കിട്ടുക? 60 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് 60 ആണ്. സോറി, ഓപ്ഷൻ എ ആണ് ശരിയായി വരുന്നത്. 5, 4, 60. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ കാണുമ്പോൾ, പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസ്യൂം ദാറ്റ് ദ ഡാറ്റ അബൌട്ട് ദ സ്റ്റുഡൻറ് ഇൻ എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർഡ് ഇൻ എ ടേബിൾ. സ്റ്റുഡൻറ് ഓഫ് SID, നെയിം, ജെൻഡർ, GPA, CID. വാട്ട് വിൽ ബി ദ ഫോളോയിങ് ക്വറി റിട്ടേൺസ്. ഒരു ക്വറി തന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സെലക്ട് CID, കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വേർ ജെൻഡർ ഈക്വൽ ടു ഫീമെയിൽ ആൻഡ് GPA greater than. Select average of GPA from student group by CID. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ക്വറീസ് ഉണ്ട് ഇവിടെ അല്ലേ, നെസ്റ്റഡ് ക്വറീസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നർ ലൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെലക്ട് ആവറേജ് GPA ഫ്രം സ്റ്റുഡൻറ് അല്ലേ. സ്റ്റുഡൻറ് ടേബിളിൽ നിന്ന് ആവറേജ് GPA കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജെൻഡർ ഈക്വൽ ടു ഫീമെയിൽ ആൻഡ് GPA ഗ്രേറ്റർ ദാൻ ആവറേജ് GPA ഫ്രം ദ സ്റ്റുഡൻറ് അല്ലേ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെയാണോ ഈ ഒരു ക്വറിയെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഫീമെയിൽ സ്റ്റുഡൻസിന്റെ അല്ലേ, സെലക്ട് ദ ഫീമെയിൽ സ്റ്റുഡൻസ് വേർ GPA ഹയർ ദാൻ ആവറേജ് GPA ഓഫ് ഓൾ സ്റ്റുഡൻറ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടെ ആവറേജ് GPA എടുക്കുമ്പോൾ ആ GPAയേക്കാൾ കൂടുതൽ GPA കിട്ടുന്ന എല്ലാ ഫീമെയിൽ സ്റ്റുഡൻസിനെയും ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് അഗ്രിഗേറ്റ് ആണ് അല്ലേ. അതായത് ഗ്രൂപ്പിംഗ് അഗ്രിഗേഷൻ CID ആണ് യൂസ് ചെയ്യുന്നത്. CID മീൻസ് കോഴ്സ് ID. ഓക്കെ, അപ്പോൾ കോഴ്സ് ID വെച്ചിട്ടാണ് ഇത് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് പറയുന്നത്? നെക്സ്റ്റ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ CIDയും അതുപോലെ തന്നെ കൗണ്ട് സ്റ്റാറുമാണ് സെലക്ട് ചെയ്യേണ്ടത്. കൗണ്ട് സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻറ് ഇൻ എ calculate the number of female students in each course whose GPA is higher than the average GPA of all students in the department. അതായത് ഓരോ കോഴ്സിന്റെയും ഫീമെയിൽ സ്റ്റുഡൻസിന്റെ കൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? അവരുടെ GPA എന്ന് പറയുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവറേജ് GPAയേക്കാൾ കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻസ് ആണ് ശരിയായി വരുന്നത്? നമുക്കൊന്ന് ഓരോ ഓപ്ഷൻസും നോക്കാം അല്ലേ. ഫോർ ഈച്ച് കോഴ്സ് ദ നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻറ് whose GPA is higher than average GPA of all students in the course. First option. Second option, for each course the number of girl students whose GPA is higher than average GPA of all girl students in the department. Next, option C, for each course the number of girl students whose GPA is higher than average GPA of all students in the department. Next, for each course the number of girl students whose GPA is higher than average GPA of all students in the course.
നമുക്ക് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഗേൾ സ്റ്റുഡന്റ്, ആവറേജ് GPA ഗേൾ സ്റ്റുഡന്റിന്റെ അല്ല നമ്മൾ എടുക്കുന്നത് അല്ലേ. നമ്മൾ എടുക്കുന്നത് ആരുടെയാണ്? നമ്മൾ എടുക്കുന്നത് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. സെലക്ട് ആവറേജ് GPA ഫ്രം സ്റ്റുഡന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ദ ഡാറ്റ എബൌട്ട് സ്റ്റുഡൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർഡ് ഇൻ എ ടേബിൾ. ഓക്കെ, അതായത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻസ് ആണ് സ്റ്റുഡന്റ് ടേബിളിനകത്ത് സേവ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ശരിയായി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓരോ കോഴ്സിന്റെയും, അതായത് CID ഉപയോഗിച്ച് കാറ്റഗറൈസ് ചെയ്യുന്ന ഓരോ കോഴ്സിന്റെയും ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുട്ടികളുടെ കൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ദ നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡന്റ് ഹൂസ് GPA ഈസ് ഹയർ ദാൻ ആവറേജ് GPA ഓഫ് ഓൾ സ്റ്റുഡന്റ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ എയിൽ അത് ഓൾ സ്റ്റുഡന്റ് ഇൻ ദ കോഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തരുന്നുണ്ട് സ്റ്റുഡന്റ് ടേബിൾ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ two relation R1 of ABC with the tuples 2, 3, 5 and 3, 6, 7 and R2 of AD with the tuples 2, 8 and 5, 9. Out of the following tuples given below, identify the tuples not belonging to R of ABCD formed by the full outer join of R1 and R2. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ട് ബിലോങ്ങിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആദ്യമേ മൈൻഡിൽ വെക്കുക. അതായത് രണ്ട് റിലേഷൻസ് തന്നിട്ടുണ്ട്, R1ഉം R2ഉം. അവയെ ഫുൾ ഔട്ടർ ജോയിൻ ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാകാത്ത ടപ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് R1നെയും R2വിനെയും ഒരു ടേബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ. R1ഉം R2ഉം അതുപോലെ അവയെ ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ടേബിളോട് നമുക്കൊന്ന് വരയ്ക്കാം. R1ന് 3 ആട്രിബ്യൂട്ടും 2 ടപ്പിളുമാണ് വരുന്നത് അല്ലേ. R2ന്റെ കേസിൽ 2 ആട്രിബ്യൂട്ടും 2 ടപ്പിളുമാണ് വരുന്നത്. ഇനി R3യുടെ കേസിൽ ABCD അല്ലെ, പുതിയ റിലേഷൻ ഔട്ടർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ABCD ടപ്പിൾസ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുത്തു. ഇനി ഒന്ന് ലേബൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, R1 R1 R2 R. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് A, B, C. ടപ്പിൾ വാല്യൂസ് 2, 3, 5, 3, 6, 7. ഇനി R2ന്റെ ടപ്പിൾ വാല്യൂസ് എന്ന് പറയുന്നത് Aയും Dയും ആണ്. നമ്മളിങ്ങനെ വരച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഔട്ടർ ജോയിൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല, അത്രേ ഉള്ളൂ.
സോ ടപ്പിൾ വാല്യൂസ് എന്ന് പറയുന്നത് 2, 8 ആൻഡ് 5, 9. നെക്സ്റ്റ് R എന്ന് പറയുന്ന റിലേഷനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി അല്ലേ. ഇനി ഫുൾ ഔട്ടർ ജോയിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ഫുൾ ഔട്ടർ ജോയിന്റെ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ R1ഉം R2വിനെയും തമ്മിൽ കമ്പൈൻ ചെയ്യാണ് അല്ലേ. ഓൾ ദ ടപ്പിൾസ് ഫ്രം R1 ആൻഡ് R2 മാച്ചിങ് ടപ്പിൾസ് ബേസ്ഡ് ഓൺ ദ കോമൺ ആട്രിബ്യൂട്ട് എ. അതായത് R1 ആൻഡ് R2വിനെ എല്ലാ ടപ്പിൾസിനെയും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഏതെങ്കിലും ഒരു മാച്ചിങ് ടപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ. ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന കേസിൽ എന്ത് ചെയ്യും? അവിടെ നമ്മൾ നൾ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, മാച്ചിങ് കേസുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പൈൻ ചെയ്യും. ഇൻ കേസ് മാച്ചിങ് ആട്രിബ്യൂട്ട്സ് ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ R1 ആൻഡ് R2 വരുന്ന മാച്ചിങ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. ഓക്കെ, അപ്പോൾ എ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത് അല്ലേ. സോ നമ്മളിവിടെ ഫസ്റ്റ് എയുടെ വാല്യൂ 2 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ R2വിന്റെ 2 ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2, 3, 5, 8 കിട്ടും. നെക്സ്റ്റ് 3, 6, 7. പക്ഷെ R2വിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി വാല്യൂ ഇല്ല അല്ലേ. R2വിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 എന്ന് പറയുന്ന വാല്യൂ ഇല്ല. സോ നമ്മളിവിടെ നൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഫിൽ ചെയ്തു. നെക്സ്റ്റ് കേസിൽ ഇവിടെ R1ന്റെ ടപ്പിൾസ് ഫില്ലായി, R2വിന്റെ റിമൈനിങ് ആയിട്ടുണ്ട്. സോ എ ബി സിയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതായത് എക്ക് വാല്യൂ 5 ഉണ്ട്, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഇല്ല. സോ ഇവിടെ നൾ എന്ന് എഴുതി. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഇല്ല, അവിടെയും നൾ എന്ന് എഴുതി. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 9 ഉണ്ട്. സോ റിലേഷൻ ആറിന്റെ ടപ്പിൾ വാല്യൂസ് എന്ന് പറയുന്നത് ഇവ മൂന്നുമാണ്. ഇതിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? അതായത് 2, 3, 5, 8 ഈ ഒരു കേസ് വന്നിട്ടുണ്ട് അല്ലെ. 2, 3, 5 ഇത് വന്നിട്ടുണ്ട്. ഇനി 3, 6, 7 നൾ ഈ കേസും വന്നിട്ടുണ്ട്. 5 നൾ നൾ 9 ഈ കേസും വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ശരിയായ ഉത്തരം നോട്ട് ബിലോങ്ങിങ് ടു ആർ റിലേഷൻ ആർ എന്ന് പറയുന്നത് ഏതാണ്? അതായത് 2, 3, 5 നൾ. ഈ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായി വരുന്ന ഉത്തരം. ഞാൻ ഇവിടെ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാം ഹോളിൽ ഇത് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ. ജസ്റ്റ് ടേബിൾസ് വരയ്ക്കുക, ടപ്പിൾസ് വാല്യൂസ് എഴുതുക, ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യുക. ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യുമ്പോൾ മാച്ചിങ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് എഴുതുന്നത്. ഇൻ കേസ് മാച്ചിങ് ആട്രിബ്യൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ നമ്മൾ നൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് among the following. An update on a view is mapped to an update in the underlying base table provided the view is defined on a single table without aggregate function. അതായത് ഒരു വ്യൂ ഓപ്പറേഷനിൽ ഒരു വ്യൂവിൽ വരുന്ന അപ്ഡേറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേസ് ടേബിൾ ഒരു സിംഗിൾ ബേസ് ടേബിൾ ആണെങ്കിൽ, വിത്തൗട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉള്ള ഒരു ബേസ് ടേബിൾ ആണെങ്കിൽ മാത്രമാണ് വ്യൂവിനകത്ത് നടക്കുന്ന അപ്ഡേറ്റ് അതിന്റെ കറസ്പോണ്ടിങ് ബേസ് ടേബിളിൽ നടക്കുകയുള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ, വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒന്നോ അതിലധികമോ ടേബിൾസിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിർച്വൽ ടേബിൾ അല്ലേ. ഇവിടെ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ, വ്യൂവിനകത്ത് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു സർട്ടൻ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിനകത്ത് വരുന്ന ഒന്നാമത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് എന്താണ്?
ഒന്നാമത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് അത് ഒരു സിംഗിൾ ടേബിൾ ആയിരിക്കണം ബേസ് ടേബിൾ ആയിട്ട് വരേണ്ടത്. ഓക്കെ, മൾട്ടിപ്പിൾ ടേബിൾസ് പാടില്ല, ഒരു സിംഗിൾ ടേബിളേ പാടുള്ളൂ. മാത്രമല്ല അവിടെ അഗ്രിഗേറ്റ് ഫങ്ഷൻസോ അല്ലെങ്കിൽ ക്ലോസുകൾ, അതായത് ഹാവിങ് പോലെയുള്ള ക്ലോസുകളോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. എ ജോയിൻ ഓപ്പറേഷൻ ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫോളോഡ് ബൈ ദ സെലക്ട് ഓപ്പറേഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കറക്റ്റ് ആണ് അല്ലേ? എ ജോയിൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ജോയിൻ എന്ന് പറയുന്നത് എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ കോമ്പിനേഷൻ ആണ്. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇൻ സെൻസ് എന്താണ്? ഓൾ പെയേഴ്സ് ഓഫ് റോസ് ആൻഡ് കോളംസ്. രണ്ട് ടേബിളിലെ റോസ് തമ്മിൽ പെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ, ജോയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെലക്ട് ക്വറി കൂടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജോയിൻ ഓപ്പറേഷൻ ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫോളോഡ് ബൈ ദ സെലക്ട് ഓപ്പറേഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം രണ്ട് ടേബിൾസിനെ ജോയിൻ, ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കണ്ടെത്തി, അതായത് രണ്ട് ടേബിളിലെ റോസിനെ തമ്മിൽ പെയർ ചെയ്തുകൊണ്ട് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ സെക്കൻഡ് ഓപ്ഷനും ശരിയാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. ദ കൊറി ലാംഗ്വേജ് റിലേഷണൽ ഓൾജിബ്ര ഈസ് നോൺ പ്രൊസീജിയറൽ വെറാസ് ദ റിലേഷണൽ കാൽക്കുലസ് ഈസ് പ്രൊസീജിയറൽ. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഓപ്പോസിറ്റ് ആണ് ശരിയായിട്ടുള്ളത്. അതായത് റിലേഷണൽ ഓൾജിബ്ര പ്രൊസീജിയറൽ ലാംഗ്വേജും റിലേഷണൽ കാൽക്കുലസ് നോൺ പ്രൊസീജിയറലും ആണ്. ഓക്കെ, അതായത് റിലേഷണൽ ഓൾജിബ്ര നമ്മൾ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ടാണ്, ഒരു ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റിലേഷണൽ ഓൾജിബ്ര ഈസ് പ്രൊസീജിയറൽ വെറാസ് ദ റിലേഷണൽ കാൽക്കുലസ് എന്താണ്? നോൺ പ്രൊസീജിയറൽ ആണ് അല്ലേ? അവിടെ നമ്മൾ എന്ത് ഡാറ്റയാണ് വേണ്ടത് എന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്. വാട്ട് ടു റിട്രീവ് റാദർ ദാൻ ഹൗ ടു റിട്രീവ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഈ ഫോർത്ത് ഓപ്ഷനും ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഹാവ് സെപ്പറേറ്റ് ടേബിൾ ടു റെപ്രസെന്റ് മെനി ടു മെനി റിലേഷൻഷിപ്പ് വേർ ആൻ ER മോഡൽ ഈസ് റെഡ്യൂസ്ഡ് ടു ടേബിൾ. അതായത് ER മോഡലിനെ ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മെനി ടു മെനി റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? സെപ്പറേറ്റ് ടേബിൾ അല്ലെങ്കിൽ ബ്രിഡ്ജ് ടേബിൾ അഥവാ ജംഗ്ഷൻ ടേബിൾ എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ടേബിൾ ആവശ്യമായിട്ടുണ്ട്. സോ ഓപ്ഷൻ ഡിയും ശരിയാണ്. ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓപ്ഷൻ വിച്ച് ആർ കറക്റ്റ് മാച്ചിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സിനെ മാച്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റൺ ബൈ ദ സിസ്റ്റം ആസ് ദ റിസൾട്ട് ഓഫ് ദ ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ. ഡാറ്റാബേസ് മോഡിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം റൺ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ട്രിഗർ എന്നാണ് പറയുന്നത് അല്ലേ? ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആക്ഷൻ നടക്കുന്ന സമയത്ത് ട്രിഗർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ട്രിഗർ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും വലിയ അല്ലെങ്കിൽ ഒരുപാട് റീഡ് ചെയ്ത് സമയം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ മാച്ച് ചെയ്യുന്നത്
5നോടാണ്. സോ നമുക്കിനി റിമൈനിങ് ആയിട്ടുള്ള ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയിലേക്കും കോൺസെൻട്രേഷൻ പോവാതെ ഈ രണ്ട് ഓപ്ഷൻസ് മാത്രം നോക്കാം. നെക്സ്റ്റ് ഇനി എന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ensure that the value appear in one relation for a given set of attribute also appear for the certain set of attributes in another relation. അതായത് ഒരു റിലേഷനകത്തെ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് മറ്റൊരു റിലേഷനകത്തെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്നാണ് പറയുന്നത് അല്ലേ. റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്നാണ് പറയുന്നത്. സോ ബി മാച്ച് ചെയ്യുന്നത് തേർഡ് ടേമുമായിട്ടാണ്, അഥവാ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റിയെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the changes applied to the database by a committed transaction must persist the database even if the system failure ആയാൽ പോലും ഒരു ഡാറ്റാബേസിനകത്ത് വരുന്ന ചേഞ്ചസ് അതിൽ തന്നെ നിലനിർത്തുന്ന പെർസിസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്, ഐസൊലേഷൻ എന്നാണോ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ആണോ? ഡ്യൂറബിലിറ്റി ആണ് അല്ലെ. ഒരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടായാൽ പോലും ഡാറ്റാബേസിനകത്ത് ചേഞ്ചസ് അതേ രീതിയിൽ നിലനിർത്തുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഡ്യൂറബിലിറ്റി ആണ് അല്ലെ. അത് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 1ലാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ A4 5 B4 3 C4 1 ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായി വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ഓപ്ഷന്റെ ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ആണ് അത്. ഓപ്ഷൻ ബി ആണ് ശരിയായി വരുന്നത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ്, ensure that the changes made to the database by authorized users do not result in loss of data consistency. അതായത് ഇവിടെ ഒരു ഓതറൈസ്ഡ് യൂസർ ചെയ്യുന്ന ചേഞ്ചസ് ഡാറ്റ കൺസിസ്റ്റൻസി ലോസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എന്താണ്, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ് അല്ലെ. പ്രൈമറി കീ ഇന്റഗ്രിറ്റി, ഫോറിൻ കീ ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ ചെക്ക് കൺസ്ട്രെയിൻസ്, ഇവയെല്ലാമാണ് നമ്മൾ ഡാറ്റ ലോസ് വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി തരുന്നത് ഇവയാണ് അല്ലെ. അപ്പോൾ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഓപ്ഷൻ ഡി ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായി വരുന്ന ഉത്തരം ഏതാണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ റിലേഷൻ R of A, B, C, D, E and the following instances. Choose the correct statement about functional dependencies and multi-valued dependencies in the above relation instances. ഓക്കെ, അതായത് ഈ തന്നിരിക്കുന്ന റിലേഷനും അതിന്റെ ഇൻസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്നും അതിന്റെ കറക്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിയും മായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ബി സി ഇംപ്ലൈസ് ഡി. ബി സി ഇംപ്ലൈസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യുണീക്ക് ആയിട്ട് ഡി എ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ്, ബി സി ഇംപ്ലൈസ് ഡി ആർ വയലേറ്റഡ്. അതായത് ബി സി ഇംപ്ലൈസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബി സി ഉപയോഗിച്ചുകൊണ്ട് ഡി എ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുമോ നോക്കിയേ. അതായത് 2 3 ഉപയോഗിച്ച് നമുക്ക് ഡിയുടെ വാല്യൂ 4 വരുന്നുണ്ട്. അതുപോലെ 2 3 ഉപയോഗിച്ചുകൊണ്ട് ഡിയുടെ വാല്യൂ 6 വരുന്നുണ്ട് അല്ലേ. ഈ 2 3 എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിക്കകത്തെ ഓരോ ടപ്പിളിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്, വയലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ബി സി ഓഫ് ഡി ഈസ് വയലേറ്റഡ് എന്നുള്ളതാണ് ശരിയായി വരുന്ന ഉത്തരം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം.
are violated. BC of D and MVD of BC implies D are violated എന്ന് പറയുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഓപ്ഷനിലും BC implies D is violated എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നോട്ട് വയലേറ്റഡിന്റെ കേസ് നമ്മൾ ഇനി നോക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. BC implies D എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസിന്റെ കേസ് വരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതായത് BCയുടെ വാല്യൂ ഫിക്സഡ് ആണെങ്കിൽ D വാല്യൂസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് എനി അതർ ആട്രിബ്യൂട്ട് ഇൻ ദ റിലേഷൻ ആർ. അതായത് BCയുടെ വാല്യൂ ഫിക്സഡ് ആണെങ്കിൽ ദെൻ D വാല്യൂസ് എന്ന് പറയുന്നത് മറ്റ് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. BCയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, ബാക്കി ഉള്ള വാല്യൂസിനെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ മറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇയുടെ കേസാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് ബിയുടെ വാല്യൂ 2ഉം 3ഉം വരുന്ന സമയത്ത് നമുക്ക് ഇയുടെ വാല്യൂ 5 കിട്ടുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ബിയുടെ വാല്യൂ 2ഉം 3ഉം വരുന്ന സമയത്ത് നമുക്കിവിടെ ഇയുടെ വാല്യൂ 6 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഒരേ ആട്രിബ്യൂട്ട്സിന് തന്നെ, ആട്രിബ്യൂട്ട് കോമ്പിനേഷന് തന്നെ മൾട്ടിപ്പിൾ ഡിപ്പെൻഡൻസീസ് വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ ശരിയായി വരുന്നത് എന്താണ്? BC implies D is not violated. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായി വരുന്ന ഉത്തരം. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരു വട്ടം കൂടെ ആവർത്തിക്കാം. ഇഫ് BC ഈസ് ഫിക്സഡ് then the D values are independent of the any other attributes. അതായത് ആ റിലേഷനകത്തെ മറ്റ് ആട്രിബ്യൂട്ട്സിനകത്ത് നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും D വാല്യൂസ് ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അല്ലെ. ഇവിടെ മറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇ ആണ്. ഓക്കെ, ബിയുടെ വാല്യൂ 2ഉം 3ഉം ആകുന്ന സമയത്ത് ഡിയുടെ വാല്യൂസ് വരുന്നത് എന്താണ്? 4 വരുന്നുണ്ട്, അതുപോലെ തന്നെ 6 വരുന്നുണ്ട്. ഇനി ഇയുടെ വാല്യൂസ് വരുന്നതോ 5ഉം 6ഉം ആണ്. ഓക്കെ, ഇയുടെ വാല്യൂസ് വരുന്നത് 5ഉം 6ഉം ആണ്. നോക്കി, 2, 3, 4 വരുമ്പോൾ നമുക്ക് 5ന്റെ വാല്യൂ, ഇയുടെ വാല്യൂ 5 വരുന്നുണ്ട്. 2, 3, 6 വരുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ 5 വരുന്നുണ്ട് അല്ലെ. ഡിഫറെന്റ് കോമ്പിനേഷനിൽ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടുന്നുണ്ട് ഫോർ സെയിം BC. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ടു ഫേസ് ലോക്കിംഗ്. ടു ഫേസ് ലോക്കിങ്ങിനെ കുറിച്ചുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത് സീരിയലൈസബിലിറ്റി, ഡാറ്റാബേസിനകത്ത് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ട്രാൻസാക്ഷന്റെ എക്സിക്യൂഷനെയും 2 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഗ്രോയിങ് ഫേസും മറ്റൊന്ന് ഷ്രിങ്കിങ് ഫേസും. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ടു ഫേസ് ലോക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്ന് നോക്കാം. ടു ഫേസ് ലോക്കിംഗ് എൻഷുർ ദ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എന്താണ്? ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് തന്നെ സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ടു ഫേസ് ലോക്കിംഗ് ഡസ് നോട്ട് എൻഷുർ ഫ്രീഡം ഫ്രം ദ ഡെഡ് ലോക്ക്. ഡെഡ് ലോക്കിൽ നിന്നുള്ള ഫ്രീഡം ഇത് എൻഷുർ ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. കാരണം ടു ഫേസ് ലോക്കിങ്ങിന്റെ പ്രധാന ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഡെഡ് ലോക്ക് ആണ്. അതായത് ഇവിടെ സർക്കുലർ വെയിറ്റ് ഒക്കർ ചെയ്യാനായിട്ടുള്ള രണ്ടോ അതിലധികമോ ട്രാൻസാക്ഷൻസ് ഡാറ്റ ഐറ്റംസിനെ ലോക്ക് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പരസ്പരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകും അല്ലേ. അതായത് ഈ ഒരു സർക്കുലർ വെയിറ്റ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യത
ടു ഫേസ് ലോക്കിങ്ങിൽ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ടു ഫേസ് ലോക്കിംഗ് ഡസ് നോട്ട് എൻഷുർ ഫ്രീഡം ഫ്രം ദ ഡെഡ് ലോക്ക്. ഓരോ ട്രാൻസാക്ഷനും അവർക്ക് ആവശ്യമുള്ള ട്രാൻസാക്ഷനെ ലോക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സർക്കുലർ വെയിറ്റ് ഫോം ചെയ്യും. സോ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ദ ടൈം സ്റ്റാമ്പ് ഓഫ് എ ട്രാൻസാക്ഷൻ T1 is smaller than the time stamp of the transaction Tj, then two-phase locking ensure that produced schedule is equivalent to serial schedule. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല, കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഇത് ടു ഫേസ് ലോക്കിംഗ് അല്ല എൻഷുർ ചെയ്യുന്നത്. ടൈം സ്റ്റാമ്പ് എൻഷുർ ചെയ്യുന്നത് ആരാണ്? ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ടു ഫേസ് ലോക്കിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി the produced schedule is serializable schedule because ടൈം സ്റ്റാമ്പിന്റെ അടിസ്ഥാനത്തിൽ അത് ഫോളോ ചെയ്യുന്നത് എന്താണ്? അത് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോകോൾ ആണ് അത് ഗ്യാരണ്ടി ചെയ്യുന്നത്, ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കാസ്കേഡിംഗ് റോൾ ബാക്ക് ക്യാൻ ബി അവോയ്ഡഡ് യൂസിങ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. അതായത് കാസ്കേഡിംഗ് റോൾ ബാക്ക് നമുക്ക് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്, അതായത് ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസിനെ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റും എന്താണ്? ട്രൂ ആണ്. ഓക്കെ, സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എൻഷുർ ദാറ്റ് ഓൾ ലോക്സ് ആർ ഹെൽഡ് ബൈ ദ ട്രാൻസാക്ഷൻ അണ്ടിൽ ഇറ്റ് കമ്മിറ്റ് ഓർ അബോർട്ട്. അത് കമ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുകയോ ചെയ്യുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് ആ ട്രാൻസാക്ഷനെ ലോക്ക് ചെയ്യുക. അതിന്റെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസിനെ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാസ്കേഡിംഗ് റോൾ ബാക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് അബോർട്ട് ചെയ്യുക. ഈ സിറ്റുവേഷനിൽ മാത്രം ലോക്കിംഗ് റിലീസ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ട്രാൻസാക്ഷൻ അകത്ത് തന്നെ നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും റോൾ ബാക്ക് ചെയ്ത് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരും അല്ലേ? അത് ഈ കാസ്കേഡിംഗ് ഒഴിവാക്കാനായിട്ട് നമുക്ക് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റും ട്രാൻസാക്ഷൻ സീരിയലൈസബിലിറ്റിയുടെ കേസിൽ ട്രൂ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ഉത്തരമാണ് ശരിയായി വരുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലേ? അപ്പോൾ ശരിയായി വരുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ആർ കറക്റ്റ്. സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഡാറ്റാബേസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചിരുന്ന 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും അത് ഡിസ്കസ് ചെയ്ത രീതിയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.